പഠിപ്പിക്കുന്ന ആളെന്നുള്ള അർത്ഥത്തിലല്ല. അറിവുള്ളവർ, മുതിർന്നവർ, ലോകപരിചയമുള്ളവർ ഒക്കെ നമ്മളോട് പറയും. വളരെ മുതിർന്ന ആൾക്കാരൊക്കെ പലരും പറഞ്ഞു. പക്ഷേ ചില കൊച്ചു ചെറുപ്പക്കാർ പെട്ടെന്ന് ഉയർന്നു വന്നവർ അപകടത്തിൽപ്പെട്ടത് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ മുമ്പത്തെ ആഴ്ച കണ്ടതാണ്. അവരോട് പറയും, മുതിർന്നവർ പറയും, ഇങ്ങനെയൊന്നുമല്ല പ്രവർത്തനങ്ങൾ നടത്തേണ്ട, ഇങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ അപകടത്തിൽപ്പെട്ടവരെ ഉണ്ട്. അപ്പോൾ ലോകപരിചയമില്ലായ്മയിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന് പല അപകടങ്ങളിലും നമ്മൾ ചെന്ന് ചാടും. അത് ചാടരുത് എന്നാണ് ഓണം ഓർമ്മിപ്പിക്കുന്നത്. തോറ്റവൻ്റെ തിരിച്ചുവരവ് എന്നായാലും ഉണ്ടാകും. എല്ലാ കാലത്തും എല്ലാ ജനതയെയും തോൽപ്പിച്ചുകൊണ്ട് ഒരാൾക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള പ്രതീക്ഷയുടെ ഉത്സവമാണ് ഓണം. ഓണത്തിന് പല തലങ്ങളുണ്ട്. പ്രകൃതിയും മനുഷ്യനുമായുള്ള പാരസ്പര്യമാണ് ഓണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഓണത്തുമ്പി കൃത്യമായി വരും, ഓണപ്പൂക്കൾ കൃത്യമായി വിരിയും. മാസമൊന്നും നോക്കിയിട്ടല്ല, ഓണം വരുമ്പോൾ അറിയാം. അങ്ങനെ കൃത്യമായി വരും. കൃഷിയുടെ ഉത്സവമാണ് ഓണം, കാർഷിക ഉത്സവമാണ് ഓണം. യഥാർത്ഥത്തിൽ കാർഷികോത്സവമാണ് യഥാർത്ഥത്തിൽ ഓണം. കാരണം കൃഷി പണ്ട് നെല്ലൊക്കെ കൊയ്തെടുത്ത് കറ്റയൊക്കെ കൊണ്ടുവന്ന് അടിച്ച് വൃത്തിയാക്കി റെഡിയാക്കി അറയും പറയും ഒക്കെ നിറച്ചിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. സമൃദ്ധിയുടെ ഉത്സവമാണ്. അതുകൊണ്ടാണ് പാട്ട് വന്നത്. എങ്ങനെ? പറനിറയെ പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി എന്നൊരു പാട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? ഇവരൊന്നും കേട്ടിട്ടില്ല. ഉണ്ടുണ്ട്. ചായ കുടിക്കുന്നതിൻ്റെ ഒരു വായി ചായ ഇരിക്കുക സാധനം. പടിഞ്ഞാറേ പൂപ്പാടം പകലിൻ പാൽക്കടലായി എന്നൊക്കെയുള്ള പാട്ടുണ്ട്. അറയും പറയും നിറയ്ക്കുന്ന ഉത്സവമാണ്. പൂക്കളുടെ ഉത്സവമാണ്, പ്രകൃതിയുടെ ഉത്സവമാണ്. എല്ലാ പൂക്കാൻ കഴിയുന്ന ചെടികളും പൂക്കും. അതുകൊണ്ടാണ് പൂവിളി നീ വരൂ നീ വരൂ, ആ പാട്ട് നമുക്കറിയാം. അങ്ങനെ അതിൻ്റെ ഉത്സവമാണ്. ഇനി കൃഷിയുടെ ഉത്സവമാണെന്ന് ഞാൻ പറഞ്ഞു. കാർഷിക രംഗത്ത് നിന്നുള്ള വസ്തുക്കളാണ് നമ്മൾ ഓണത്തിന് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ചിക്കനും ബീഫും മീനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാകാം. പക്ഷെ പണ്ട് അവനവൻ്റെ തൊടിയിൽ നിന്നുള്ള വാഴയില മുറിച്ച് അവനവൻ്റെ തൊടിയിൽ ഉണ്ടാകുന്ന പച്ചക്കറികൾ കൊണ്ട് വെക്കുന്ന വിഭവങ്ങൾ ഉണ്ടാക്കി അവനവൻ്റെ പാടത്ത് നെല്ല് കൊയ്തെടുത്ത് അത് കുത്തി അരിയാക്കി അങ്ങനെ സമൃദ്ധിയുടെ ഉത്സവമായി, പ്രകൃതിയും മനുഷ്യനുമായുള്ള പാരസ്പര്യത്തിൻ്റെ ഉത്സവമായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രകൃതിയും മനുഷ്യനും, അപ്പോൾ പ്രകൃതിയും മനുഷ്യനുമായി വലിയൊരു ബന്ധമുണ്ട്. പ്രകൃതിയെ ഉപദ്രവിക്കരുത് മനുഷ്യൻ. ഇല്ലെങ്കിൽ മനുഷ്യൻ പ്രകൃതിയോട് മോശമായി പെരുമാറിയാൽ പ്രകൃതി മനുഷ്യനോട് മോശമായി പെരുമാറും എന്നുള്ളത് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. മലയിടിഞ്ഞും പുഴ കവിഞ്ഞും ഒക്കെ എത്ര അപകടങ്ങളാണ് ഉണ്ടായത്. ഇതെല്ലാം പ്രകൃതിയുമായുള്ള ആ റാപ്പോർട്ട്, ആ ഒരു ബന്ധം നല്ല രീതിയിൽ നിർവഹിക്കാത്തത് കൊണ്ടാണ്. ഇനിയും നന്മയുടെ ചില ചിന്തയുടെ ഉത്സവമാണ്. അതായത് കള്ളമില്ല, ചതിയില്ല, കള്ളത്തരങ്ങളില്ല, എല്ലാ മനുഷ്യരും ഒന്നായി കാണുന്നു, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റ്, ഒരു ചിന്തയിൽ നിന്നുള്ള ഉത്സവമാണ്. സമത്വത്തിൻ്റെയും ഏകത്വത്തിൻ്റെയും ഒക്കെ ഉത്സവമാണ് ഓണം. ഇനി എന്താണ്? മാവേലി നാട് എന്നൊരു സങ്കല്പം. നമ്മൾ നേരത്തെ പറഞ്ഞ മാവേലി നാട്, എല്ലാവരും ഒരുപോലെയാണ്, എല്ലാം ഒരുപോലെയാണ്. ഇപ്പോൾ കുറേ പേർക്ക് മാത്രമായി വെച്ചിരിക്കുകയാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ പറയാം. അപ്പോൾ അങ്ങനെ മാവേലി നാട്